ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഓഫീസ് മുടക്കായതുകൊണ്ട് മഞ്ജു മാഡവും ജൂനിയേഴ്സും ഞാനും കൂടി ഇന്ന് വാഗമൺ വരെ പോവാണ്. ഒരു വൺ ഡേ ട്രിപ്പ്. അങ്ങനെ നമ്മൾ മൂവാറ്റൂർ എത്തുന്നതിന് മുമ്പ് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചു. അവിടുന്ന് നേരെ മൂവാറ്റൂർ ടൗണിലെത്തി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇഡ്ഡലി ഷോപ്പിൽ നിർത്തി. ഇഡ്ഡലി ഷോപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ പല വെറൈറ്റി ഇഡ്ഡലികൾ, അതുപോലെ തന്നെ ദോശ, നല്ല എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീനായ ഹോട്ടലാണ്. നല്ല വെറൈറ്റി മസാല ദോശ, വെറൈറ്റി ഇഡ്ഡലി, വെറൈറ്റി എന്താ പറയുക എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ട് ഇഡ്ഡലി ഷോപ്പിൽ. അങ്ങനെ ഞങ്ങൾ ദോശയാണ് പറഞ്ഞത് കേട്ടോ. നല്ല ചൂട് ദോശയും ചമ്മന്തി. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ടോട്ടൽ 5 പേരാണ്. ഒന്ന് ഞാൻ തന്നെയാണ്, പിന്നെ മഞ്ജുമാം, പിന്നെ ജൂനിയേഴ്സായ അഡ്വക്കേറ്റ് രേവതി, സ്നേഹ, ഗ്രീഷ്മ. ഓക്കെ, 3, 4, 1, 5. ഞങ്ങൾ 5 പേരോട് ഞങ്ങൾ നേരെ വാഗമണിലേക്ക് യാത്ര ചെയ്യും. മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം, മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം, കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അതുവഴി മാറും. അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. ലൈഫിൽ നമ്മളെപ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മുടെ യാത്രകളാണ്. ആ യാത്രകളെ നമ്മളെ മനോഹരമാക്കുന്ന നമ്മുടെ ഓരോ മൊമെൻറ്റ്സുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത യാത്രകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഈ യാത്ര വെച്ചാൽ ഞങ്ങൾക്ക് വളരെ എന്താ പറയുക ഒരുപാട് എന്താ പറയുക അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ യാത്രയിൽ ഇന്ന് മഞ്ജുമായുടെ ബർത്ത്ഡേ കൂടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല, രഹസ്യമായിട്ടൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം പൈൻ വാലീസ് പോയതിന് ശേഷമാണ് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിരിക്കുന്നത്, നമ്മുടെ ഫ്രണ്ടിൻ്റെ റിസോർട്ടിലേക്ക്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെ നടത്തി. അങ്ങനെ ആ ഒരു ക്ലൈമറ്റും അവിടുത്തെ ഇതെല്ലാം എൻജോയ് ചെയ്തു. വളരെ ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഈ 5 പേരും കൂടി ഒരു വൺ ഡേ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ മാക്സിമം സന്തോഷമായിട്ട് തിരിച്ചു വരിക. നമ്മുടെ ആ ജോലി ട്രസ്റ്റൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ റിലീഫായിട്ട് ഒരു ദിവസമെങ്കിലും നമുക്ക് ഒരു മൈൻഡ് ഫ്രഷ് ആവുക. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു യാത്രയുടെ മീൻ. അത്രയേ ഉള്ളൂ.
ഗാഥകളെ പോരുക ഈ വഴിയേ തേടുക ഭാസുരമാ നാളെ ഇതായിവിടെ തുടരാമിനി വഴി മനസ്സിലുദയഗീതം ജീവിതഗാഥകളെ പോരുക ഈ വഴിയേ തേടുക ഭാസുരമാ നാളെ ഇതായിവിടെ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സുഹൃത്തിൻ്റെ റിസോർട്ടിലെത്തി. അങ്ങനെ സർപ്രൈസായിട്ട് കേക്കൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് മഞ്ജുമ്മനെ വിളിച്ചു. വളരെ സർപ്രൈസായി കേട്ടോ. ചെറിയ രീതിയിൽ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മൾ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, and the sun burning tonight. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഗ്ലാസ് ബ്രിഡ്ജിലൊന്നും കയറാൻ സാധിച്ചില്ല. കാരണം അവിടെയൊക്കെ അത്രയും തിരക്കും അതോടൊപ്പം തന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് ചുറ്റിക്കണ്ട് നേരെ ഞങ്ങൾ തിരിച്ച് ബാക്ക് ടു കൊച്ചിയിലേക്ക് വന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.